യേശുവിൻ്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട ദൈവസഭ എന്താണ്? യേശുവിൻ്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട ദൈവസഭ എന്തല്ല? നാം ഈ ദൈവസഭയിൽ എങ്ങനെയാണ് ജീവിക്കേണ്ടത്? ഈ ദൈവസഭയിൽ എങ്ങനെ ജീവിക്കരുത്? ഹല്ലേലൂയ എന്നൊക്കെ നമുക്ക് കാണാൻ കഴിയുന്ന തിരുവചനത്തിനകത്തെ അനുഗ്രഹിക്കപ്പെട്ട 21 ഗ്രന്ഥങ്ങളുണ്ട്. ആ ഗ്രന്ഥങ്ങൾക്ക് ബൈബിൾ പറയുന്ന പേര് ലേഖനങ്ങളെന്നാണ്. അതിൽ ആദ്യത്തെ 14 പൗലോസിൻ്റെ വിരുതിനകത്ത് എഴുതപ്പെട്ടതാണ്. കാരാഗ്രഹത്തിനകത്ത് കിടന്നുകൊണ്ട് എഴുതിയതുണ്ട്, ചില വാർത്തകൾ കേട്ടുകൊണ്ട് എഴുതിയതുണ്ട്. എനിവേ 14 ഈടുറ്റ ലേഖനങ്ങൾ പൗലോസിൻ്റെതാണ്. ബാക്കി 7 പൊതുലേഖനങ്ങളെന്ന് അറിയപ്പെടുന്നത്. യാക്കോബ് മുതൽ യൂദാ വരെയുള്ള ലേഖനങ്ങൾ പൊതുലേഖനങ്ങളെന്ന് അറിയപ്പെടുന്നത്. ഞാൻ എന്തിനാ ഇത് തുടക്കത്തിൽ പറഞ്ഞു തുടങ്ങിയെന്നറിയാമോ? ഇന്ന് തൊട്ട് നമ്മൾ വ്യത്യസ്തമായ രീതിയിലുള്ള ദൈവവചന ഭാഗങ്ങളാണ് പഠിക്കാനായിട്ട് പോകുന്നത്. ക്രിസ്തുവിനെ ആസ്വദിക്കുന്നത് നമുക്ക് ഈ ലേഖനങ്ങളുടെ പഠനത്തിലൂടെയാണ്. എത്രത്തോളം നമ്മൾ ആ ക്രിസ്തുവിനെ ആസ്വദിക്കുമോ, നമ്മുടെ പ്രായോഗിക ക്രിസ്തീയ ജീവിതത്തിനകത്ത് ഒരു ജയജീവിതം നയിക്കുവാനായിട്ട് കഴിയും. ആത്മനിയോഗത്തിലുള്ള ആത്മനിർഭരമായ ജീവിതം നയിക്കാൻ ഈ ലേഖനങ്ങളുടെ പഠന പരമ്പരകളിലൂടെ നമുക്ക് കഴിയുമെന്നുള്ളതിൽ യാതൊരു മടിയുമില്ല. ഹല്ലേലൂയ. ഈ ലേഖനങ്ങൾ നമ്മൾ പഠിക്കുന്നതിലൂടെ നമ്മുടെ പുനരാഗമന പ്രത്യാശ, നമ്മുടെ കർത്താവിൻ്റെ വരവിനെക്കുറിച്ചുള്ള പ്രത്യാശ നമുക്ക് എന്ത് ചെയ്യും? വർദ്ധിക്കുവാനായിട്ട് കഴിയും. അങ്ങനെയുള്ളൊരു ജയജീവിതവും നമുക്ക് ഈ ലേഖനങ്ങളിലെ പഠന പരമ്പരകളിലൂടെ നമുക്ക് ലഭിക്കുന്നു. 21 ലേഖനങ്ങളെ നമ്മൾ തിരിച്ചു പഠിക്കുവാണെങ്കിൽ പൗലോസിൻ്റെ 14 ലേഖനങ്ങളെ 5 നമുക്ക് തരംതിരിക്കാനായിട്ട് കഴിയും. ബാക്കി 7 ലേഖനങ്ങളെ 3 നമുക്ക് തരംതിരിച്ച് പഠിക്കാനായിട്ട് കഴിയും. ഒന്നാമതായിട്ട് രക്ഷാ തത്വശാസ്ത്രപരമായ ലേഖനങ്ങൾ. രക്ഷ. ഹല്ലേലൂയ. റോമാലേഖനം 1-2 കൊരിന്ത്യ ലേഖനമാണ് രക്ഷാ തത്വശാസ്ത്രപരമായ ലേഖനങ്ങൾ. ദൈവം മനുഷ്യന് വേണ്ടി ഒരുക്കിയിരിക്കുന്ന രക്ഷ എന്താണ്? അതിൻ്റെ അനന്ത സാധ്യത എന്താണ്? രക്ഷിക്കപ്പെടുന്നതിൻ്റെ ആവശ്യകത എന്താണ്? രക്ഷിക്കപ്പെട്ടാൽ ലഭിക്കുന്ന പദവികൾ എന്താണ്? രക്ഷിക്കപ്പെട്ടില്ലെങ്കിൽ ഉണ്ടാകുന്ന ദോഷം എന്താണ്? ഇതൊക്കെ വിവരിച്ചിരിക്കുന്നത് റോമാലേഖനത്തിലും 1 കൊരിന്ത്യ ലേഖനത്തിലും. ബാക്കി ലേഖനങ്ങളിലൊക്കെ ഉണ്ടെങ്കിലും ഈ 3 ലേഖനങ്ങളിലാണ് രക്ഷ എന്നുള്ള ആ ഒരു പദത്തെ ഊന്നൽ കൊടുത്തുകൊണ്ട് പൗലോസ് എഴുതുന്നത്. വിശ്വാസത്താലുള്ള നീതീകരണം, ജസ്റ്റിഫിക്കേഷൻ ബൈ ഫെയ്ത്ത് എന്നുള്ളൊരു വിഷയമാണ് റോമാലേഖനത്തിൽ പൗലോസ് ഊന്നൽ കൊടുത്തിരിക്കുന്നത്. എന്ന് വെച്ചാൽ ആ കാലഘട്ടത്തിൽ കർമ്മപ്രവർത്തികളിലൂടെ, കർമ്മമാർഗങ്ങളിലൂടെയൊക്കെ രക്ഷ കരസ്ഥമാക്കാമെന്ന് കരുതിക്കൊണ്ടിരിക്കുന്നൊരു കാലഘട്ടത്തിൽ എൻ്റെ നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കുമെന്നുള്ള ഹബക്കൂക്കിലെ ആ പ്രവചനം എടുത്തുകൊണ്ട് പൗലോസ് ഊന്നൽ കൊടുക്കുകയാണ്. വിശ്വാസത്താലാണ് നീതീകരിക്കപ്പെടുന്നത്. സഭയിലെ ധാർമ്മിക മൂല്യങ്ങൾ അല്ലെങ്കിൽ പൊതുസമൂഹത്തിലെ പാപമണ്ഡലങ്ങൾ സഭയ്ക്കകത്തേക്ക് പ്രവേശിക്കുന്നത് കണ്ട് പേടിച്ച പൗലോസ് കൊരിന്ത്യർക്ക് ലേഖനം എഴുതുന്നതാണ്. ഹോളിനെസ് ബൈ ക്രൈസ്റ്റ്. വിശുദ്ധീകരണം ക്രിസ്തുവിലൂടെ വിശുദ്ധ ജീവിതം നമുക്ക് നയിക്കുവാനായിട്ട് കഴിയും. പാപം ചെയ്തുകൊണ്ടിരിക്കുന്നവനെ സഭയ്ക്കകത്ത് പാടില്ല എന്നുള്ളതാണ് കൊരിന്ത്യ ലേഖനത്തിനകത്ത് പരിശുദ്ധാത്മ പൗലോസിലൂടെ വെളിപ്പെടുത്തുന്നത്. അങ്ങനെ രക്ഷാതത്വശാസ്ത്രപരമായ ലേഖനങ്ങളാണ് 1 കൊരിന്ത്യ ലേഖനവും 2 കൊരിന്ത്യ ലേഖനവും റോമാലേഖനവും. അടുത്തതെന്ന് പറയുന്നത് ക്രിസ്തുശാസ്ത്രപരമായ ലേഖനങ്ങളാണ്. അത് 4 എന്ന് വെച്ചാൽ ഈ ലേഖനങ്ങളുടെ കേന്ദ്രീകൃതമായ വിഷയമെന്ന് പറയുന്നത് ക്രിസ്തുവാണ്. ക്രിസ്തു കേന്ദ്രീകൃതം. അത് എഫേസ്യർ, ഫിലിപ്പ്യർ, കൊലോസ്യർ, ഫിലേമോൻ. ഈ 4 ലേഖനങ്ങളാണ് ക്രിസ്തുശാസ്ത്രപരമായ ലേഖനങ്ങൾ. ക്രിസ്തുവിൻ്റെ ദൈവത്വത്തിൻ്റെ ശ്രേഷ്ഠത, മനുഷ്യത്വത്തിൻ്റെ മഹത്വം, ഇതാണ് ഈ ലേഖനങ്ങളിൽ പ്രധാനമായിട്ടും. ക്രിസ്തു തലയായിരിക്കുന്നതിൽ സഭ ശരീരമായിരിക്കുന്നതിൻ്റെ പ്രാധാന്യത ഈ എഫെസ്യ ലേഖനത്തിൽ, ഫിലിപ്പി ലേഖനത്തിലൊക്കെ വ്യക്തമായിട്ട് നമുക്ക് കാണുവാനായിട്ട് കഴിയും. അങ്ങനെ 2 കാര്യം ഞാൻ പറഞ്ഞു. 1 രക്ഷാ തത്വശാസ്ത്രപരമായ ലേഖനങ്ങൾ, 2 ക്രിസ്തു കേന്ദ്രീകൃതമായ ലേഖനങ്ങൾ. മൂന്നാമതായിട്ട് നമ്മൾ പഠിക്കുവാണെങ്കിൽ സഭാതത്വശാസ്ത്രപരമായ ലേഖനങ്ങൾ.
മനസ്സിലായോ? സഭ എന്താണ് ഈ ഭൂമിയിൽ? സഭയിലൂടെ എന്താണ് കർത്താവ് ചെയ്തുകൊണ്ടിരിക്കുന്നത്? പ്രധാനമായിട്ടും 3 ലേഖനങ്ങൾ. ഹല്ലേലൂയ. 1, 2 തീമോത്തിയോസ്, തീത്തോസ്. ഈ ലേഖനങ്ങളിൽ നമുക്കത് സഭാ തത്വശാസ്ത്രപരമായി ഇതിനെ അറിയപ്പെടുന്ന വേറൊരു പേരുണ്ട്, ഇടയലേഖനങ്ങൾ. ദൈവദാസന്മാരായിട്ടുള്ള അഭിഷക്തന്മാർ ഈ ലേഖനങ്ങൾ നല്ലതുപോലെ പഠിക്കണമെന്നുള്ളതാണ് എൻ്റെ ഒരു സജഷൻ. ഈ ലേഖനങ്ങൾ നല്ലതുപോലെ പഠിച്ചിട്ട് നമ്മുടെ സഭയ്ക്കകത്ത് ഇത് പ്രായോഗിക തലത്തിൽ കൊണ്ടുവരാൻ കഴിയുമെങ്കിൽ നല്ല ആരോഗ്യമുള്ള ആത്മമനുഷ്യരെ നമുക്ക് സഭയിൽ എഴുന്നേൽപ്പിക്കുവാനായിട്ട് കഴിയും. അതിനായിട്ട് സർവ്വകൃപാലുവായ ദൈവം നമ്മളെ സഹായിക്കട്ടെ. ഒരു പ്രാവശ്യം കൂടെ ഞാൻ പറയട്ടെ, ക്രിസ്തുവിൻ്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട കൂട്ടമാണ് ദൈവസഭ. ആ ദൈവസഭയുടെ ഭാഗമാകാൻ നമ്മളെ ഓരോരുത്തരും ദൈവം തിരഞ്ഞെടുത്തത് ഓർത്ത് നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ ദൈവത്തെ സ്തുതിക്കേണ്ടത് ഏറ്റവും അത്യാവശ്യമാണ്. സർവ്വകൃപാലുവായ ദൈവം നമ്മളെ സഹായിക്കട്ടെ. കരുണയുള്ള ദൈവമേ, സ്വർഗീയ പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട നല്ല പ്രഭാതത്തിനായിട്ട് സ്തോത്രം. ഈ അനുഗ്രഹീതമായ നല്ല സമയം ഞങ്ങൾക്ക് ഈ ലേഖനങ്ങളുടെ ആഴങ്ങളിലേക്ക് ഇറങ്ങാനായിട്ട് ഇന്നോട്ട് ദൈവം സഹായിക്കുന്ന കൃപകൾക്കായിട്ട് സ്തോത്രം. അടുത്ത ദിവസങ്ങളിലും ആധികാരികമായി ദൈവവചനത്തിൻ്റെ ചിന്തകൾ ഞങ്ങൾക്ക് ആരോഗ്യപരമായ രീതിയിൽ ലഭിക്കുന്ന കൃപകൾക്കായിട്ട് സ്തോത്രം. ഈ വചന പഠന പരമ്പരയിൽ ഇളയവനോടൊപ്പം ജോയിൻ ചെയ്യുന്ന എല്ലാ സഹോദരങ്ങൾക്കും ആഴമായിട്ട് ഈ വചന ചിന്തകൾ പഠിക്കുവാനും അതിൻ്റെ ആഴമേറിയ ദൈവ ശബ്ദങ്ങൾ ശ്രവിക്കുവാനുമുള്ള കൃപ കൊടുക്കണം. മഹത്വം അങ്ങേക്ക്, യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. ഗോഡ് ബ്ലസ് യു. ദൈവം നമ്മെ സഹായിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്. മോർണിംഗ് മന്ന സന്ദേശം ശ്രവിച്ചുകൊണ്ടിരുന്ന എല്ലാ ദൈവമക്കൾക്കും സ്നേഹവന്ദനം. പാസ്റ്റർ ബിനു വട്ടപ്പാറ. ഈ ദൈവവചന സന്ദേശങ്ങൾ തുടർമാനമായി ലഭിക്കുന്നതിനായി 9745600023 എന്ന വാട്സാപ്പ് നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്. നമ്പർ ഒരു പ്രാവശ്യം കൂടി ആവർത്തിക്കുന്നു: 97 45 60 00 23. ദൈവം നമ്മേവരെയും അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലസ് യു.